കെ മുരളീധരൻ കട്ട കലിപ്പിലാണ്. അദ്ദേഹം പറയുന്നത് ഒരു ബി.ജെ.പിക്കാരൻ പോലും റോഡിലിറങ്ങി നടക്കില്ലെന്നും ഇത് നരേന്ദ്രമോദിയുടെ നാടല്ലെന്നുമാണ് പറയുന്നത്. അദ്ദേഹം എന്ത് ഉദ്ദേശത്തിലായിരിക്കും ഇത്തരം വെല്ലുവിളികൾ നടത്തുന്നത്? കെ മുരളീധരന് വലിയ കാര്യമായിട്ട് കാണണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് പാലക്കാട് സീറ്റ് കിട്ടാത്ത ഒരു കെറുവിപ്പ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ തോറ്റതിൻ്റെ, അദ്ദേഹത്തെ തോൽപ്പിച്ചത് നാട്ടുകാരാണ്, വോട്ടർമാരാണ്. അതിൻ്റെ ഒരു തോറ്റതിൻ്റെ ഒരു വൈക്ലഭ്യം അതാണിപ്പോൾ ഈ ഇത്തരത്തിൽ ബി.ജെ.പിയെ ചീത്ത പറഞ്ഞുകൊണ്ട് രംഗത്ത് പറഞ്ഞു വരുന്നത് അദ്ദേഹം ഒരു കാറ്റുപോയ ബലൂണാണെന്നാണ്. അദ്ദേഹം ഒരു കാറ്റുപോയ ബലൂണാണ് എന്ന് ഞാൻ പറയില്ല. വ്യക്തിപരമായിട്ട് കെ മുരളീധരൻ ഒരു നല്ല നേതാവാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്. സാക്ഷാൽ ലീഡറുടെ എല്ലാ ചൂടും ചൂരുമുള്ള, എല്ലാ ആ ചങ്കുറപ്പുള്ള, എല്ലാ കഴിവുകളുമുള്ള ഒരു നേതാവ് തന്നെയാണ്. അത് പറഞ്ഞാണ് ഇത്രയും നാൾ ജീവിച്ചു പോയത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടി. അദ്ദേഹത്തിനെ പൊട്ടിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. അപ്പോൾ കെ മുരളീധരനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് അദ്ദേഹം പാർട്ടിയിൽ ഒന്നും അല്ലാതായി നിൽക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ അതൊരു പഴയ കോൺഗ്രസ്സുകാരൻ, മുൻ KPCC പ്രസിഡന്റ്, ലീഡറുടെ മകൻ എന്നൊക്കെയുള്ള ഈ എന്താ പറയുക, ആടയാഭരണങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ടെങ്കിലും, ആ അലങ്കാരമെല്ലാം അദ്ദേഹത്തിനുണ്ടെങ്കിലും ഇന്നത്തെ നേതൃത്വത്തിന് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. അദ്ദേഹത്തിനോട് ഒരു മൃദു സമീപനമല്ല അവർക്കുള്ളത്. അതായിരുന്നെങ്കിൽ ഒരു പക്ഷേ പാലക്കാട് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വഴിവെച്ചത് അദ്ദേഹം തന്നെയാണ്. അതെ, അദ്ദേഹത്തിന് വടകരയിൽ MP ആയി മത്സരിക്കുന്നു, അവിടെ വിജയിച്ചു. അതിനിടയിലാണ് ഇതുപോലുള്ള കരുണാകരന്റെ മകനാണ്, ലീഡറിന്റെ മകനാണെന്ന് പറഞ്ഞ നിയമത്തൊന്നും ദയനീയമായി പരാജയപ്പെട്ടു. അതിനുശേഷം എന്നിട്ടും അദ്ദേഹം വടകരയിൽ വിജയ സാധ്യതയുണ്ട്. അദ്ദേഹം വടകര കേന്ദ്രീകരിച്ചാണല്ലോ പ്രവർത്തിച്ചത്. എന്നിട്ടും അവിടെ നിന്നും ഒരു അവസാനം തൃശ്ശൂരിലേക്ക് വന്നു. അവിടെ ദയനീയമായി പരാജയപ്പെട്ടു. 3ാം സ്ഥാനത്ത്, നേമത്തായാലും തൃശ്ശൂരിലായാലും അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക്. അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു പടനീക്കം നടത്തുന്നു എന്ന് അറിയാനുള്ള ഒരു മനസ്സ് ഇദ്ദേഹത്തിൽ. അത് അദ്ദേഹത്തിന് അറിയാം. ആ പടനീക്കത്തെ പൊളിക്കാനാണ് ഇപ്പോൾ ഈ പാലക്കാട് വിഷയം. പാലക്കാട് ഉണ്ടായിരിക്കുന്ന ഈ BJP കോൺഗ്രസ് തർക്കമുണ്ടല്ലോ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് BJP ഒരു ഏറ്റുമുട്ടലിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന സംഭവ വികാസങ്ങളുണ്ടല്ലോ, അതിനെ കയറി പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ആ പാർട്ടിക്കുള്ളിലെ പടനീക്കം, പാർട്ടിക്കുള്ളിലെ തനിക്ക് നേരെയുള്ള അവഗണന, തന്നെ മോശക്കാരനാക്കി ഒതുക്കാനുള്ള തീരുമാനം, ഇതിനൊക്കെ ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഒരു BJPക്കാരന് റോഡിലിറങ്ങി നടക്കില്ല, ഇത് മോദിയുടെ നാടല്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ എന്നെ പരിഗണിച്ചില്ലെങ്കിൽ നിന്നെ ഒന്നും ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല, ഞാൻ വേണ്ട പണിയൊക്കെ പാരകളൊക്കെ ഞാൻ വെച്ച് തരും എന്നുള്ളതാണ്. അദ്ദേഹം പറയാതെ പറയുന്നത് അതാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വലിയ ലക്ഷ്യമുണ്ട്. അത് വട്ടിയൂർക്കാവ് സീറ്റാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം തികച്ചില്ല. അപ്പോൾ വട്ടിയൂർക്കാവിൽ അദ്ദേഹത്തിന് ടിക്കറ്റ് വേണം. പാർട്ടി അത് കൊടുക്കുമോ ഇല്ലയോ എന്നിപ്പോൾ ഉറപ്പില്ല. കാരണം ഇപ്പോഴത്തെ ഒരു നിലയനുസരിച്ച് നമ്മുടെ KC വേണുഗോപാലാണ് സർവശക്തൻ. അദ്ദേഹത്തിന് കെ മുരളീധരനോട് വലിയ താല്പര്യമൊന്നുമില്ല. കെ മുരളീധരനെ പോലൊരാളെ വളർത്തിക്കൊണ്ടുവരാൻ ഇനിയും അവസരങ്ങൾ കൊടുക്കാൻ KC വേണുഗോപാൽ അതിനും മാത്രം മണ്ടനല്ല KC വേണുഗോപാൽ. കാരണം തോളിലിരുത്തിയാൽ ചെവി കടിച്ചു പറിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും തോളിലിരുത്തുമോ? അപ്പോൾ കെ മുരളീധരന് ഒരു സൂചി കുത്താനുള്ള പഴുത് കൊടുത്താൽ അദ്ദേഹം അവിടെ തൂമ്പ വയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് മറ്റാരെക്കാളും നന്നായിട്ട് KC വേണുഗോപാലിനറിയാം. KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. സാക്ഷാൽ ലീഡർ വളർത്തിക്കൊണ്ടുവന്ന നിരവധി നേതാക്കൾ, രമേശ് ചെന്നിത്തലയെ പോലെ, G കാർത്തികേയനെ പോലെ, ഷാനവാസിനെ പോലെ ഒക്കെയുള്ള നിരവധി നേതാക്കളിൽ ഒരാൾ തന്നെയാണ് KC വേണുഗോപാലും. VD സതീശൻ ഒക്കെ ലീഡർ വളർത്തിക്കൊണ്ടുവന്ന നേതാക്കളാണ്. I ഗ്രൂപ്പിൻ്റെ നെടും തൂണുകളായിരുന്നു ഇവരെല്ലാം. അങ്ങനെയുള്ള KC വേണുഗോപാൽ ഒരു കാലത്ത് KPCC പ്രസിഡൻ്റായിരുന്ന കെ മുരളീധരൻ്റെ കീഴിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ആജ്ഞകൾ അനുസരിക്കുന്ന ഒരു പാർട്ടിയിലെ ഒരു ചെറിയ നേതാവ് മാത്രമായിരുന്നു KC വേണുഗോപാൽ ഒരു കാലത്ത്. KC വേണുഗോപാൽ പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ടേ പ്രവർത്തിച്ചു വന്നയാളാണ്, ആ തലം മുതൽ പ്രവർത്തിച്ചു വന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം എത്തപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ പോസ്റ്റിലാണ്. AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം വേദിയിലിരിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. അത്രയ്ക്ക് പവറുണ്ട് അദ്ദേഹത്തിന്.
അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇന്ന് കെ മുരളീധരനൊക്കെ വെറും ഒരു എന്താ പറയേണ്ടത്, ഒരു ചീള് കേസ്. അങ്ങനെയാണ് കെ സി വേണുഗോപാൽ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ അവഗണിച്ച് വളരെ എന്താ പറയുക ഒതുക്കി ഒരു മൂലക്കിരുത്തി അങ്ങ് പതുക്കെ രംഗത്തുനിന്ന് കളയാനുള്ള ഒരു നീക്കമാണ്. അത് മറ്റാരെക്കാളും നന്നായിട്ട് കെ മുരളീധരനെ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിച്ചതിന് ഇനിയൊരു വിജയ സാധ്യത ഉണ്ടോ? കാരണം അത് നമുക്ക് തീർച്ചയായിട്ടും അതൊരു ചോദ്യമാണ്. പക്ഷേ വട്ടിയൂർക്കാവിലെ സ്ഥിതി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വട്ടിയൂർക്കാവ് കെ മുരളീധരൻ്റെ ഒരു തട്ടകം തന്നെയാണ്, അത് നിഷേധിക്കാൻ കഴിയില്ല. ഇത് മാത്രമല്ല, BJP വെല്ലുവിളിച്ച് വട്ടിയൂർക്കാവിൽ അങ്ങനെ മത്സരിച്ചാൽ അതാണ് അവിടുത്തെ ഒരു വിഷയം. ഈ BJP വെല്ലുവിളിക്കുമ്പോൾ ഇപ്പോൾ നേമത്ത് അദ്ദേഹം BJP തോൽപ്പിച്ചു. കാരണം അദ്ദേഹം തോറ്റെങ്കിലും BJP അദ്ദേഹം തോൽപ്പിച്ചു. അദ്ദേഹം 36,000 വോട്ട് പിടിച്ചു. ആ വോട്ടിൽ നല്ലൊരു പങ്ക് BJP കിട്ടേണ്ടതായിരുന്നു. അത് ഇടതുപക്ഷത്തിന് CPM വിരുദ്ധമായ വോട്ടുകളാണ്. ആ വോട്ടുകൾ അദ്ദേഹം പിടിച്ചെടുത്തപ്പോൾ സംഭവിച്ചത് BJP ഉണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടേണ്ടി വന്നു. അതാണ് അവിടെ ഉണ്ടായത്. അത് BJPക്കാർ മറക്കില്ല. അവർ അതുകൊണ്ട് എന്ത് ചെയ്തു, വടകരയിൽ സമാനമായൊരു പണി കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ഏതാണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. വളരെ പണ്ട് തൊട്ടേ ഈ വടകരയിൽ BJPക്ക് നല്ല വോട്ടുണ്ട്. തലശ്ശേരി ഉൾപ്പെടുന്ന മണ്ഡലമാണ്. ഈ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിമിത്തം ആ വോട്ട് എല്ലാ കാലത്തും CPM തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വലതുപക്ഷത്തേക്ക് UDF സ്ഥാനാർത്ഥിക്ക് കൊടുക്കുമായിരുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൊടുക്കുമായിരുന്നു. അത് ആരും പറഞ്ഞിട്ടൊന്നുമല്ല. അവിടെ CPM തോക്കേണ്ടത് BJPയുടെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് BJP അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു. അത് BJPയുടെ മൊത്തത്തിലുള്ള വോട്ട് കൂടെ ചേരുമ്പോൾ കോൺഗ്രസ് അവിടെ ജയിച്ചു വന്നു. ഇത് മറ്റാരെക്കാളും മുരളീധരന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് വടകരയിൽ അദ്ദേഹത്തിന് പരാജയം മണത്തത് കൊണ്ടാണ് അദ്ദേഹം വടകരയിൽ നിന്ന് മാറി തൃശ്ശൂരേക്ക് ചൂടുറപ്പിച്ചത്. അപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് അറിയാം BJP അവിടെ കാലുവാരാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമർത്ഥമായിട്ട് കിട്ടിയ അവസരം പാഴാക്കിയില്ല. ഷാഫി പറമ്പിൽ വന്ന് ചാടിയ ഉടനെ ഞാനിതാ തൃശ്ശൂരേക്ക് എന്നും പറഞ്ഞ് നേരെ ചാടി തൃശ്ശൂർ വന്നു. പക്ഷേ ഈ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന് പറയുന്ന ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത് എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം അവിടെ അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന BJP പരാജയപ്പെടുത്തിയിട്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? ഇപ്പോഴും മറ്റേ വെല്ലുവിളിയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട് ശ്രീജിത്തെ. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ അതോടൊപ്പം വെല്ലുവിളിക്കുമ്പോൾ സഹോദരി മറുകണ്ടത്താണ്. അദ്ദേഹത്തിനും എങ്ങനെയെങ്കിലും BJP കയറിയ കൊള്ളാമെന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ചിട്ട് കോൺഗ്രസ്സിലെ പല നേതാക്കളും, അത് കെ മുരളീധരൻ മാത്രമല്ല, പല നേതാക്കളും, കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. കോൺഗ്രസ് ആണെങ്കിൽ പിച്ചപ്പാള എടുത്ത് നിൽക്കുകയാണ്. കയ്യിൽ 5 പൈസ ഇല്ല. തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണമെന്നുള്ള സ്ട്രാറ്റജി ഇല്ല. നല്ല നേതാക്കളില്ല. കുറച്ച് ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ട്, ശരി തന്നെ. പക്ഷേ ഈ അതികായനായ പിണറായിയെ വീഴ്ത്താനുള്ള നമ്പരുകൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ കോൺഗ്രസിൻ്റെ കൈവശം ഇന്നില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ നോക്കൂ, ഇവിടെ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്. എന്താണ് കോൺഗ്രസ് ചെയ്യുന്നത് അതിനെതിരെ? ഒരു പ്രതിപക്ഷത്തിൻ്റെ ക്രിയാത്മകമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? അത്ര ദുർബലമാണ് പ്രതിപക്ഷം. പ്രതിപക്ഷം ദുർബലമായതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ കരുത്തനാകുന്നത്. പാർട്ടിക്കുള്ളിൽ വിഭാഗീയത, മകളുടെ പേർക്ക് കേസ്, അഴിമതി ആരോപണങ്ങൾ, ഇത്രയൊക്കെ വന്നിട്ടും തെല്ലും കുലുങ്ങാതെ പിണറായി വിജയൻ പിടിച്ചു നിൽക്കുന്നെങ്കിൽ അതിന് കാരണം ഞാൻ പറയും പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യമാണ് എന്ന് ഞാൻ പറയും. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിലെ പല നേതാക്കൾക്കും BJPയിലേക്ക് ചാടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അതിന് പറ്റിയൊരു സന്ദർഭവും പറ്റിയ സാഹചര്യവും ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് കെ മുരളീധരൻ ഈ കാണിക്കുന്ന വെല്ലുവിളി, നടത്തുന്ന വെല്ലുവിളിയൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. കെ മുരളീധരനെ സംബന്ധിച്ച് ഈ ഏത് പാർട്ടിയിലാണെങ്കിലും വേണ്ടില്ല, വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കണം. അദ്ദേഹത്തിന് ഇനി ഒരുപാട് നാളൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് പ്രായം കൂടിക്കൂടി വരികയാണ്, അല്ലേ? ഏറി വന്നാൽ ഒരു 5 വർഷം കൂടി അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയും. ആ 5 വർഷം ഒരു മന്ത്രിയെങ്കിലും ആകണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവിൽ നിന്ന് ജയിക്കണം, കോൺഗ്രസ് ഭരണത്തിലെത്തുകയും വേണം, UDF ഭരണത്തിലെത്തുകയും വേണം. അതിന് വേണ്ടുന്ന ചില ഗിമ്മിക്കുകളൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ കവിഞ്ഞ് യാതൊന്നും ആ പാലക്കാട് നടത്തിയ മാധ്യമങ്ങളോടും മറ്റും അവിടെ നടത്തിയ പ്രസംഗത്തിൽ മറ്റൊന്നും തന്നെ ഇല്ല.